കേരളത്തിൽ 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടോ? ആരും അങ്ങനെ മറക്കാൻ സാധ്യതയില്ല. കാരണം ഒരുപാട് പ്രതീക്ഷിച്ചു ഒന്നും കിട്ടാതെ പോയ ഒരു സാഹചര്യമായിരുന്നു അന്ന് ഇടതുപക്ഷത്തിന് നേരിട്ടത്. കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അന്ന് നേടാനായത് വെറും ഒരു സീറ്റ് മാത്രമായിരുന്നു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എം എ ആരിഫ് 10,474 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ തോൽപ്പിക്കുകയായിരുന്നു. മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. ഇടതുപക്ഷ കോട്ട എന്ന് അടയാളപ്പെടുത്തിയ പാലക്കാടും ആലത്തൂരും ആറ്റിങ്ങിലുമൊക്കെ ഇടതുപക്ഷം തകർന്നടിഞ്ഞു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ഇടതുപക്ഷം ആ മണ്ഡലത്തിൽ വിജയിച്ചെങ്കിലും പകരം നൽകേണ്ടി വന്നത് ഒരു നിയമസഭാ സീറ്റായിരുന്നു. ആലപ്പുഴ മണ്ഡലത്തിൽ എം എ ആരിഫ് മത്സരിക്കാനെത്തിയത് അരൂർ നിയമസഭാ മണ്ഡലത്തിലെ MLA ആയിരിക്കുമ്പോഴാണ്. ആലപ്പുഴയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആരിഫ് വിജയിച്ചതോടെ അദ്ദേഹത്തിന് MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അരൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിപ്പിച്ചത് ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരിഫിൻ്റെ എതിരാളിയായി മത്സരിച്ച ഷാനിമോൾ ഉസ്മാനെ തന്നെയായിരുന്നു. CPM സ്ഥാനാർത്ഥി മനു സി പുളിക്കലിനേക്കാൾ 2079 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷാനിമോൾ ഉസ്മാൻ വിജയിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം CPM നേടിയപ്പോൾ പകരം CPMൻ്റെ കയ്യിലിരുന്ന അരൂർ നിയമസഭാ മണ്ഡലം കോൺഗ്രസിന് കൊടുക്കേണ്ടി വന്നു എന്നർത്ഥം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, സ്വാഭാവികമായും ഈ 3 തെരഞ്ഞെടുപ്പുകളും അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് 2019 വരെയുള്ള സ്ഥിതി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും കോൺഗ്രസ് നേടിയതോടെ അടുത്ത് നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നയിക്കുന്ന UDF വൻ വിജയം നേടുമെന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചു. സത്യം പറയാമല്ലോ, ചില കടുത്ത ഇടതുപക്ഷക്കാർ പോലും അത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടരുത്. കാരണം അത്രത്തോളം വലിയൊരു വിജയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്വന്തമാക്കിയത് എന്ന് എല്ലാവരും കണ്ടതാണ്. യഥാർത്ഥത്തിൽ അതിനുശേഷം പിന്നെ എന്താണ് സംഭവിച്ചത്? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഡിസംബർ മാസത്തോടെ ലോകമെങ്ങും പടർന്നു പിടിച്ച കോവിഡ് മഹാമാരി മനുഷ്യരുടെ ജീവിതക്രമം തന്നെ തെറ്റിച്ചു. 2020 ഒക്ടോബർ മാസത്തിൽ നടക്കേണ്ട ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത് ഡിസംബർ മാസത്തിലാണ്. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം എല്ലാവരെയും ഞെട്ടിച്ചു. ഒരു ഈസി വാക്ക് ഓവർ തന്നെ പ്രതീക്ഷിച്ചിരുന്ന UDF തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. ഇതോടെ UDF അപകടം മണത്തു എന്നുള്ളത് യാഥാർത്ഥ്യം. LDFന് തുടർഭരണ പ്രതീക്ഷയുണ്ടായി എന്നുള്ളതുകൂടി അതിനൊപ്പം ചേർത്ത് വായിക്കണം. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 ഇടതുപക്ഷം നേടിയതിനേക്കാൾ വൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും അവർ തന്നെ അധികാരത്തിലെത്തി. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഒരു തുടർഭരണം രൂപം കൊണ്ടു. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലവും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വീണ്ടും കേരളത്തിൽ ഭരണത്തിലെത്തുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. അത് മറ്റാരുമല്ല, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയാനും ഇടതുപക്ഷത്തിൻ്റെ വിജയസാധ്യത എന്താണെന്ന് പരിശോധിക്കാനും ഇടതുപക്ഷം നിയോഗിച്ച ഒരു സ്വകാര്യ ഏജൻസിയായിരുന്നു അത്. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ക്രോഡീകരിച്ച് ഡാറ്റകളാക്കി അതിനെ വിശകലനം ചെയ്ത് അന്ന് ആ സ്വകാര്യ ഏജൻസി പറഞ്ഞു കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷം ഭരണത്തിൽ വരാൻ പോകുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഇടതുപക്ഷത്തെ പല ഘടകകക്ഷികളും അത് വിശ്വസിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ആ സ്വകാര്യ ഏജൻസിയുടെ നാവ് പൊന്നായി. 2021 രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വന്നു. ആ സ്വകാര്യ ഏജൻസി കൊടുത്ത നിർദ്ദേശങ്ങൾ അനുസരിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ട ഇടതുപക്ഷം വൻ തിരിച്ചുവരവ് നടത്തി എന്നുള്ളത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അവർ നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അന്ന് ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെപ്പോലും നിർണയിച്ചത് എന്നുള്ളത് കൂടി ഓർക്കണം. അതേ സ്വകാര്യ ഏജൻസി ഇപ്പോഴിതാ വീണ്ടും ഇടതുപക്ഷത്തിനു വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ജനങ്ങളുടെ മനസ്സറിയാൻ, ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരുമോ എന്നറിയാൻ. സ്വകാര്യ ഏജൻസിയുടെ ആദ്യഘട്ട ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഇനിയൊരു തുടർഭരണത്തിന് ഇടതുപക്ഷത്തിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യമായിരിക്കും പ്രധാനമായും ഉയരുന്നത്. എന്തായാലും സ്വകാര്യ ഏജൻസിയുടെ ആദ്യഘട്ട ഡാറ്റ വിശകലനത്തിൽ വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് വേണ്ടി സർവേ നടത്തിയ ഏജൻസിയെ തന്നെ ഇപ്പോഴും സർവേ നടപടികൾ തുടരാൻ CPM നേതൃത്വം ഏൽപ്പിച്ചത് അവരുടെ കൃത്യതയാർന്ന ഡാറ്റ വിശകലനങ്ങൾ മൂലമാണ്. സാധാരണയായി രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സർവേ നടത്തുന്ന സ്വകാര്യ ഏജൻസികൾ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചെന്നിട്ട് അവിടെയുള്ളൊരു 10 പേരെ കണ്ട് അവരുടെ അഭിപ്രായം അറിഞ്ഞ് കാട്ടിക്കൂട്ടിയുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കുകയല്ല ഈ ഏജൻസി ചെയ്യുന്നത്. ഒരു നിയമസഭാ മണ്ഡലത്തിലെ പകുതിയോളം ജനങ്ങളെ സമയമെടുത്ത്, അതായത് 50% വോട്ടർമാരെ നേരിൽ കണ്ട് അവരുമായി സംസാരിച്ച് അവരുടെ മനസ്സിലിപ്പ് പിടിച്ചെടുത്തിട്ടാണ് ഇക്കൂട്ടർ ഡാറ്റ നിർമ്മിക്കുന്നത്. ഈ ഡാറ്റാ ഫലങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ ഏതൊക്കെ രീതിയിൽ ഇടപെട്ടാൽ സാധ്യതയുണ്ടാകുമെന്ന വിവരവും അവർ നൽകും. ബംഗളൂരുവും ചെന്നൈയും കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ ഏജൻസി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 തവണയാണ് CPM-ന് വേണ്ടി സർവേ നടത്തിയത്. കഴിഞ്ഞ തവണ ഈ ഏജൻസി CPM നേതൃത്വത്തിന് നൽകിയ സർവേ റിപ്പോർട്ടിൽ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. CPM-ലെ പല മുതിർന്ന നേതാക്കൾക്കും പകരക്കാരായി പുതിയ മുഖങ്ങൾ വരണമെന്നുള്ള കാര്യം. ഇവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 തവണ മത്സരിച്ചതിൻ്റെ കാരണം പറഞ്ഞ് CPM-ലെ മുതിർന്ന പല നേതാക്കൾക്കും നേതൃത്വം അവസരം നിഷേധിച്ചത്. ഇത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. ആദ്യ സർവേ ഫലത്തിലാണ് ഇക്കാര്യങ്ങൾ ഏജൻസി ചൂണ്ടിക്കാട്ടിയത്. രണ്ടാമത്തെ സർവേയിലും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്ന് അവർ റിപ്പോർട്ട് നൽകി. അത് വെറുമൊരു റിപ്പോർട്ടായിരുന്നില്ല. എന്തുകൊണ്ട് CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം അധികാരത്തിലെത്തും എന്ന് വിശദമായി വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് അന്ന് ഈ ഏജൻസി നൽകിയത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻ മന്ത്രിമാരെ ഉൾപ്പെടെ മത്സരിക്കുന്നതിൽ നിന്നും CPM വിലക്കിയത്. പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത്തവണയും അത്തരത്തിൽ ചില നിർദ്ദേശങ്ങൾ ഈ സ്വകാര്യ ഏജൻസി CPM നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേതുപോലെ ടേം നിബന്ധന ഇത്തവണ കർശനമായി പാലിക്കേണ്ടതില്ല എന്നാണ് ഏജൻസി CPM-ന് നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2 ടേം നിർബന്ധമാക്കാതെ ജയസാധ്യതയുള്ള എല്ലാവരെയും മത്സരിപ്പിക്കാനാണ് സർവേ നടത്തുന്ന ഏജൻസി CPM നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏജൻസിയുടെ നിർദ്ദേശം CPM ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം 2 തവണയിൽ കൂടുതൽ മത്സരിച്ചവർക്കും സീറ്റ് നൽകാനാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. CPM-ന് നിർദ്ദേശപ്രകാരം ഏജൻസി നടത്തിയ സർവേയുടെ ആദ്യഘട്ടത്തിൽ ലഭിച്ച റിപ്പോർട്ടുകളിൽ 3-ാം തവണയും CPM നേതൃത്വത്തിലുള്ള LDF സർക്കാരിന് അധികാരത്തിൽ വരാൻ മികച്ച സാധ്യതകളുണ്ടെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുൻതൂക്കം നേടിയ സാഹചര്യം ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്നുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ വ്യക്തമായിരിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും BJPക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇനിയും ഉയരേണ്ടതുണ്ടെന്നും അതുവരെ പ്രതിപക്ഷത്തിരിക്കാനുള്ള സാധ്യത പോലും BJPക്ക് ഉണ്ടാകില്ലെന്നും ഈ ഏജൻസി നടത്തിയ സർവേയിലൂടെ വ്യക്തമായിരിക്കുകയാണ്. ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും മറ്റു മണ്ഡലങ്ങളിൽ ജനകീയരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയും ചെയ്താൽ വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ CPM വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് സ്വകാര്യ ഏജൻസി നടത്തിയ ഈ സർവേ ഫലം സൂചന നൽകുന്നത്. സർവേയുടെ ആദ്യഘട്ടം മാത്രമേ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളൂ. ഇനിയും 2 ഘട്ടം കൂടി ബാക്കിയുണ്ടെന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ മാത്രമേ സർവേ ഫലത്തിൻ്റെ മുഴുവൻ ചിത്രവും വ്യക്തമാവുകയുള്ളൂ എന്നും ഈ സർവേയുമായി ബന്ധപ്പെട്ട CPM നേതാക്കൾ സൂചന നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും CPM മാത്രമാണ് ഇത്തരത്തിൽ സർവേ നടത്തുന്നത് എന്ന്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത അറിയാൻ LDF മാത്രമല്ല, സംസ്ഥാനത്തെ മറ്റു 2 മുന്നണികളും സ്വകാര്യ ഏജൻസിയെ സർവേക്കായി നിയോഗിച്ചിരുന്നു. 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നത് ഈ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ള കാര്യവും വ്യക്തമായിരുന്നു. മണ്ഡലത്തിലെ ജയസാധ്യത അറിയുന്നതിനേക്കാൾ കൂടുതൽ മണ്ഡലങ്ങളിൽ സർവേ നടത്തി വിജയിക്കാൻ സാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തിനാണ് കോൺഗ്രസ് മുൻതൂക്കം നൽകുന്നത്. കോൺഗ്രസിനു വേണ്ടി സർവേ നടത്തുന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിൻ്റെ നേതൃത്വത്തിലുള്ള ഏജൻസിയാണ്. അതേസമയം BJPക്ക് വേണ്ടി സർവേ നടത്തുന്നത് ഡൽഹി ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ ഏജൻസിയാണ് എന്നാണ് വിവരം. ഇതിനു പുറമെ BJPയുടെ സോഷ്യൽ മീഡിയ ടീമും സർവേയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തിയിരുന്നു. 9 2ാം സ്ഥാനവും നേടി. BJP ഒന്നാമതെത്തിയ 11 മണ്ഡലങ്ങളും നിയമസഭയിൽ LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. രണ്ടാമതെത്തിയ 9 സീറ്റും കൂടി ചേർത്ത് കുറഞ്ഞത് 20 സീറ്റ് ഉറപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് BJP നേതൃത്വത്തിന് ഇപ്പോഴുള്ളത്. ഇതിനുള്ള തന്ത്രങ്ങളാണ് BJPയുടെ സർവേ ടീം ആവിഷ്കരിച്ചിരിക്കുന്നത്. സർവേ ടീം മുന്നോട്ട് വച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ കേന്ദ്ര പദ്ധതികൾ കൂടുതലായി കൊണ്ടുവന്ന് BJPയുടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുകയാണ് ലക്ഷ്യം. എന്നാൽ
ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രതീക്ഷയ്ക്ക് BJP പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കും കോൺഗ്രസിനും വീഴുന്ന വോട്ടുകൾ ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലോ ഈ പാർട്ടികൾക്ക് നേടാനാകില്ലെന്നും BJP കണക്ക് കൂട്ടുന്നുണ്ട്. എങ്കിലും പുതിയ നേതൃത്വത്തിൻ്റെ കീഴിൽ ഇത്തവണ പരമാവധി സീറ്റുകൾ സ്വന്തമാക്കണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് BJP നേതൃത്വം മുന്നോട്ടു പോകുന്നത്. പാർട്ടിക്കുള്ളിലെ പാർട്ടികളും ഗ്രൂപ്പ് കളികളും ഒന്നുമില്ലെങ്കിൽ ഇത്തവണ സന്തോഷിക്കാനുള്ള വക ലഭിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷയും.